Dear students, in the Introduction to Trigonometry എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസ് 8.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് സൈന്റെയും കോസിന്റെയും ടാനിന്റെയും കൊസീക്കിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും വാല്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈൻ 0 വന്നു കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്. സൈൻ 30 വന്നാൽ 1/2 ആണ് വരുന്നത്. സൈൻ 45 ഡിഗ്രി ആണെങ്കിൽ 1/√2 ആണ് വരുന്നത്. സൈൻ 60 ഡിഗ്രി ആണെങ്കിൽ √3/2 ആണ് വരുന്നത്. സൈൻ 90 ഡിഗ്രി ആണെങ്കിൽ 1 ആണ് വരുന്നത്. ഈ സൈന്റെ വാല്യൂ കോസിൽ വരുമ്പോൾ സൈന്റെ വാല്യൂസ് തിരിച്ചിട്ടേക്കുന്നതാണ് കാണുന്നത് അല്ലെ. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 30 √3/2 ആണ്. കോസ് 45 1/√2 ആണ്. കോസ് 60 1/2 ആണ്. കോസ് 90 0 ആണ്. ഈ സൈന്റെ വാല്യൂസ് നേരെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്, കോസിൽ വരും. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാന്ന് വെച്ചാൽ സൈന്റെ വാല്യൂസ് ഫുൾ പഠിക്കണം. സൈൻ 0 0 ആണെന്ന് പഠിക്കണം. സൈൻ 30 1/2 ആണെന്ന് പഠിക്കണം. സൈൻ 45 1/√2 ആണെന്ന് പഠിക്കണം. സൈൻ 60 √3/2 ആണെന്ന് പഠിക്കണം. സൈൻ 90 1 ആണെന്ന് പഠിക്കണം. കോസിന്റെ വാല്യൂ നേരെ തിരിച്ചിട്ടേക്കുവാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ടാനിന്റെ വാല്യൂ ആണ്. ടാൻ 0 0 ആണ്. ടാൻ 30 1/√3 ആണ്. ടാൻ 45 1 ആണ്. ടാൻ 60 ഡിഗ്രി √3 ആണ്. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. കൊസീക്കിന്റെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 1/sin a ആണ് കൊസീക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ കൊസീക് 0 എന്താണ്? കൊസീക് 0 എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കൊസീക് 0 ഈസ് ഈക്വൽ ടു 1/sin 0 ആണ് അല്ലെ. കൊസീക് 0 ഈസ് ഈക്വൽ ടു 1/sin 0ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അതാണ് കൊസീക് 0 നോട്ട് ഡിഫൈൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ഈ കംപ്ലീറ്റ് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. കൊസീക് 0 നോട്ട് ഡിഫൈൻഡ്. ഇനി കൊസീക് 30 വരുമ്പോ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? കൊസീക് 30 ഈസ് ഈക്വൽ ടു 1/sin 30 അല്ലെ. അപ്പൊ ഇതെങ്ങനെയാ വന്നത്? 1/sin 30യുടെ വാല്യൂ എന്താണ്? 1/1/2 അല്ലെ. 1 ഡിവൈഡഡ് ബൈ 1/2 എന്താണ്? 1 ഇൻറ്റു 2/1 എന്ന് വരും. അതിന്റെ ആൻസർ എന്താണ്? 2 ആണ് ആൻസർ. ക്ലിയർ ആയോ? അങ്ങനെയാണ് കൊസീക് 30യുടെ വാല്യൂ 2 വരേണ്ടത്. ഇത് സീക്കിന്റെ കേസ് നോക്കുവാണെങ്കിൽ സീക്ക് എ എന്താണ്? സീക്ക് എ ഈസ് ഈക്വൽ ടു 1/cos എ ആണ്. ഇവിടെ നോക്കാം, 1/cos എ ആണ്. അപ്പൊ സീക്ക് 0 1 എങ്ങനെയാ വന്നത്? സീക്ക് 0 ഈസ് ഈക്വൽ ടു 1/cos 0. അപ്പൊ 1/cos 0ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 1/1 1 അതാണ് വന്നത്. ക്ലിയർ ആയില്ലേ? ഇനി കോട്ട് എ എന്ന് പറഞ്ഞാൽ 1/tan എ ആണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട സൈന്റെ എല്ലാ വാല്യൂസും പഠിക്കണം. സൈന്റെ വാല്യൂസ് നേരെ തിരിച്ചിടുന്നതാണ് കോസിന്റെ വാല്യൂസ്. പിന്നെ ടാന്റെ എല്ലാ വാല്യൂസും പഠിക്കണം. പിന്നെ കൊസീക്ക് എന്താന്ന് അറിഞ്ഞിരിക്കണം. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin a ആണ്. സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos a ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan a ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിള് ഇതെല്ലാവരും പഠിച്ചിരിക്കണം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സസൈസ് 8.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ദ ഫോളോയിങ്. Evaluate the following. മിസ് ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഫോളോയിങ്. അതിൽ സബ് ക്വസ്റ്റ്യൻ 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സബ് ക്വസ്റ്റ്യൻ 1 എന്താണ്? സൈൻ 60 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചേ, സൈൻ 60യുടെ വാല്യൂ എന്താണ്? സൈൻ 60
ഇതിന്റെ വാല്യൂസ് എന്തായാലും പഠിച്ചു വെക്കണം. സൈൻ 60യുടെ വാല്യൂ എന്താണ്? സൈൻ 60 √3/2 ആണ്. ഇൻറ്റു കോസ് 30 എന്താണ്? കോസ് 30യും √3/2 ആണ്. പ്ലസ് സൈൻ 30 എന്താണ്? സൈൻ 30 1/2 ആണ്. 1/2 ഇൻറ്റു കോസ് 60 എന്താണ്? കോസ് 60യും 1/2 ആണ്. സോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. √3 ഇൻറ്റു √3 എന്താണ്? 3 ആണ്. ബൈ 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു 1 1 ബൈ 2 ഇൻറ്റു 2 4. സോ ഫ്രാക്ഷന് അഡീഷൻ ആണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ എങ്ങനെയാണ് ആഡ് ചെയ്യണത്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ 3 പ്ലസ് 1 എന്താണ്? 4 ആണ്. ബൈ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ഡിനോമിനേറ്റർ 4 ആണ് വന്നിരിക്കുന്നത്. സോ 4/4 അതെന്താണ്? 1. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1. 1 ആണ് കിട്ടുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.